നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷിയോടും മര്യാദയോടും മാന്യതയോടും കൂടി പെരുമാറിയില്ലെങ്കിൽ അറിയാലോ ഗോപിയെ, എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. നീ എന്താ എന്നെ ദേ, നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അതിന്റെ ഇരട്ടി മോശം പെരുമാറ്റം എന്നിൽ നിന്നുണ്ടാവും. എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിക്കേ. കഴിക്കടി. ആന്റിക്ക് മോളോടും മരുമോനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് മാറ്റിവെച്ചതായിരിക്കും അല്ലേ ഈ ഉണ്ണിയപ്പം? അതുകൊണ്ടല്ലേ ഞങ്ങളോടൊന്ന് വേണോന്ന് പോലും ചോദിക്കാതെ അവർക്ക് മാത്രം കൊടുക്കുന്നത്. എന്റെ മോൾക്കും മരുമോനും ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാക്കി കൊടുക്കാനാ? എടാ, ആന്റി തന്നില്ലെങ്കിലും നിനക്കെങ്കിലും കുറച്ചധികം തരായിരുന്നു. അല്ല ഏട്ടാ, ഇതെടുത്തോ. അയ്യോ വേണ്ട വേണ്ടേ, നീ കഴിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ആന്റി എന്നെ ഓടിക്കാൻ. മുത്തശ്ശ, അമ്മയപ്പം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരും. അവള് അദ്ദേഹം വൈകാതെ എത്തും മോളെ. എന്തായി മഞ്ജു, കഴിയാറായോ? ഇപ്പൊ കഴിയാമേ. സുലോചനെ, ആ എന്താ അച്ഛാ? അവിടെ പിള്ളേരുന്നുണ്ടാ ഞാൻ നിന്നോടൊന്നും പറയാത്ത. നീ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെ? ഞാനെന്ത് ചെയ്തോന്ന്? അവര് വന്ന നേരം മുതലേ നീ അഭിഷേകിനെ അഞ്ജിതെ മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്നത്. അവര് മാത്രമല്ലേ സൽക്കരിക്കുന്നത്? അത് പിന്നെ അവരെന്റെ മോളും മരുമോനും അല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? അഭിഷേകും അഞ്ജിതയും നിന്റെ മരുമോനും മോളും തന്നെയാ എന്ന് കരുതി എന്തിനാ നീ ദേവികയോടും ഗോപികയോടും വേർതിരിവ് കാണിക്കുന്നത്? അവരും ഈ വീട്ടിലെ മക്കള് തന്നെയല്ലേ. നീ കാണിക്കുന്നത് ശരിയല്ല സുലഭനെ. ഇവിടെ പക്ഷാഭേദം കാണിക്കുന്നത് തെറ്റാണ്. ആന്റി എന്ത് കാണിച്ചാലും ഞാൻ ക്ഷമിക്കും. എന്നോടും ക്ഷമയില്ലെങ്കിലും ഒരുപക്ഷെ ഗോപികയും ക്ഷമിച്ചുകൊണ്ട് വരും. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ആ ക്ഷമ ഉണ്ടാവണമെന്നില്ല. ഭാഗ്യത്തിന് കുട്ടനിതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുപോലെയല്ല ഋഷി. ഋഷി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം അവന്റെ പെരുമാറ്റത്തിലുമുണ്ട്. അവൻ തമാശയായിട്ട് ഓരോന്ന് പറയുന്നതെങ്കിലും അതെല്ലാം കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. ആന്റിക്കത് മനസ്സിലായി കാണുമല്ലോ. വെറുതെ എന്തിനാ ആന്റി അവനെ ഇട്ടിങ്ങനെ വെറുപ്പിക്കുന്നത്? എനിക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, പ്രവർത്തിക്കാം, പ്രതികരിക്കാം. പിന്നെ ഋഷി, അവൻ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. എന്റെ മോളെ കെട്ടാൻ ഉറപ്പിച്ചിട്ട് അവളെ കൈയൊഴിഞ്ഞ് ഗോപികയെ കെട്ടിയവനാവും. അതുകൊണ്ട് എന്നിൽ നിന്നും ഒരു മാന്യതയും അവൻ പ്രതീക്ഷിക്കണ്ട. ആന്റി, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഋഷി എന്നെ വിവാഹം കഴിച്ചതിൽ എന്താ കുഴപ്പം? ഋഷിയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഋഷി എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചവളല്ലേ അഞ്ജിത? അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി ഋഷി എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അർഹതയില്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച അഞ്ജിതയെ ഋഷി തള്ളിക്കളഞ്ഞതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഋഷി ഈ കുടുംബത്തിലെ മരുമകനാണ്. ഋഷിയോടും മര്യാദയോടും മാന്യതയോടും കൂടി പെരുമാറിയില്ലെങ്കിൽ അറിയാലോ ഗോപിയെ, എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. നീ എന്താ എന്നെ വിരട്ടാ? നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അതിന്റെ ഇരട്ടി മോശം പെരുമാറ്റം എന്നിൽ നിന്നുണ്ടാവും. ഗോപികെ, നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടു പോയോ? എടി മോളെ, നമ്മുടെ ഭർത്താക്കന്മാരെ അപ്പുറത്തിരിക്കുന്നത്. അവരിതൊക്കെ കേട്ട് നമുക്കെന്നാണ് കേട്. നമ്മുടെ കുടുംബത്തിന്റെ വിലയെ നഷ്ടപ്പെടുന്നത്. നീ നടന്നു. നീ ഒന്ന് ക്ഷമിക്കും. സുലോചനയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. ഇവളെ ഉപദേശിക്കാവുന്നേ ഉള്ളൂ. നന്നാവുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഇവളോട് നീ ഒരു വഴക്കിൽ നിൽക്കണ്ട. ദേവിക പറയുന്ന പോലെ ഋഷി അഭിയൊക്കെ കെട്ടാൻ മോശമാണ്. മോളിച്ചല്ലേ
കാണിക്കടി നീ. നടക്ക്. നീ എന്താടി ഇവിടെ? ഇത് ദേവികേച്ചിയുടെ മുറിയല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ഇതിനകത്ത് കയറിയ എന്താ കുഴപ്പം? ഇതിപ്പോ ദേവികേച്ചിയുടെ മുറിയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മള് 3 പേരുടെയും വിവാഹം കഴിഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ, അപ്പോ അതല്ലേ നമ്മുടെ വീട്. ഇനി ഈ വീട്ടില് ഇതെന്റെ മുറി അത് നിന്റെ മുറി എന്ന അവകാശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ ഇവിടെ ആർക്കും സ്ഥിരമായിട്ടൊരു മുറിയില്ല. ആ ന്യായമൊന്നും നീ ഇപ്പൊ പറയണ്ട. ഇതിപ്പോഴും നമ്മുടെ വീട് തന്നെയാണ്. ഈ മുറി ദേവികേച്ചിയുടെ മുറിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതിനകത്ത് കയറിയത്? അത് പറ. ഞാനിവിടെ എനിക്കും അഭിക്കും വേണ്ടി ഒരു മുറി തരികയായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതിന് നിന്റെ മുറി സൗകര്യമില്ലേ? അതൊരു ചെറിയ മുറിയല്ലേ. നീ മാറി, ഞാൻ അങ്ങോട്ട് പോട്ടെ. നിക്കടി അവിടെ. നിനക്ക് എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. നീ എന്തിനാ ഈ മുറി കയറിയത്? നീ അത് പറഞ്ഞിട്ട് പോയാ മതി. നിധി മോഷ്ടിക്കാൻ നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്റെ മെക്കെട്ട് കയറാൻ വരുന്നത്? എനിക്ക് എന്ത് കള്ള ലക്ഷണം ഉണ്ടെന്നാ നീ പറയുന്നത്? നിന്റെ ചോദ്യത്തിന് ഞാൻ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു. ഇനി നീ എന്റെ മെക്കെട്ട് കയറാൻ വന്നാ നീ വിവരം നീ അറിയും. എന്ത് ചെയ്യടി? എന്ത് ചെയ്യുമെന്ന് അറിയണം നിനക്ക്. ആ, അറിയണം. ദേ, കൂടുതൽ പറയില്ലേ? നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്തൊരു അറിയാം. ബഹളം? എന്താ? ചേച്ചി, ഇവൾ ആരോടും ചോദിക്കാതെ ചേച്ചിയുടെ മുറി കയറി. ആ, അതാണ് ഇപ്പൊ വലിയ വിഷയം. അതിനു വേണ്ടിയാണോ ഈ തർക്കം ഒച്ചപ്പാടൊക്കെ? അഞ്ജിത എന്റെ മുറി കയറിന്ന് വെച്ചാൽ എന്താ കുഴപ്പം? മുറി ഇടിഞ്ഞ് താഴെ വീഴോ? അങ്ങനെ ചോദിക്കേച്ചി. നിന്നെക്കാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.